അല്ല ഞാൻ എപ്പോഴും പറയും ഈ പ്ലേയേഴ്സ് ഇപ്പൊ നമ്മൾക്കും ഉണ്ടല്ലോ ആസ് എ ജോബ് നമ്മൾ ചെയ്യുമ്പോഴും ചിലവര് സ്റ്റാർട്ടപ്സിൽ നന്നായിരിക്കും, ചിലവർ കോർപ്പറേറ്റ്സിൽ നന്നായിരിക്കും. ലൈക്ക് അത് അതെ അതെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും ഞാൻ പറയും ഈ പ്ലേയേഴ്സിനും ഉണ്ട്. അവര് ഒരു മിഡ് ടേബിൾ ടീമിന് കളിക്കുകയാണെന്ന് വെച്ചാൽ ദേ വിൽ ബി ഗ്രേറ്റ്. ബട്ട് യാ അതേപോലെ ഒരു വലിയ ടീമിന് പോയി കളിക്കുമ്പോൾ അവർക്ക് ആ പ്രഷർ താങ്ങാൻ പറ്റില്ല. ലുക്ക് അറ്റ് ഗ്രിലിഷ് ഫോർ എക്സാമ്പിൾ. ഗ്രിലിഷ്, യെസ്, ആസ്റ്റൺ വില്ലയിൽ കളിക്കുമ്പോൾ സൂപ്പർ സൂപ്പർ സ്റ്റാർ അല്ലേ നാളത്തെ. സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതെ. അപ്പൊ സിറ്റിക്ക് വന്നു പോയി. ഇപ്പൊ തിരിച്ച് എവർട്ടണിലേക്ക് എത്തിയപ്പോ എത്തിയെന്ന 2 ഗെയിമിലായിട്ട് 2 അസിസ്റ്റും ഒക്കെയാണ് ആള് അതെ, കൊടുത്തത്. ഞാനാ എന്റെ FPL ടീമിലോട്ട് ഉടനെ മൂപ്പരെ കൊണ്ടുവരാൻ പോവാ, ഗ്രീലിഷിനെ. നല്ല റിട്ടേൺ ആണ്. അല്ല ഉണ്ട്, ബിക്കോസ് ആള് നന്നായി കളിക്കും. ബട്ട് അതെ. അല്ല എനിക്ക് തോന്നുന്നത് ബട്ട് ഞാൻ ആ ഒരു പൊസിഷൻ തന്നെ പറയാം. സിറ്റിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം അവർക്ക് ഗ്രീലിഷ് ഉണ്ടായിരുന്നു ആൻഡ് മറ്റേ ഡോക്കും ഉണ്ട്. ഇവർ രണ്ടുപേരും ഡ്രിബിൾ ചെയ്യും, ലൈനിന്റെ അടുത്തേക്ക് കൊണ്ടു, ബട്ട് അവരുടെ അടുത്ത് ഫിനിഷിംഗ് ഇല്ല. അതെ. അപ്പൊ നമ്മൾ യെസ്. പഴയ സിറ്റി നോക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടായിരുന്ന ബെർണാർഡോ സിൽവ ലൈക്ക് ഇൻ ഹിസ് പ്രൈം നമ്മൾ എടുക്കുക വെച്ചാൽ, ആ പിന്നെ മഹാറേസ്, അവരൊക്കെ വേണച്ച ബൈ ലൈനിന്റെ സൈഡിൽ ഓടാനും അറിയാം, 1-on-1 ഡ്രിബിൾ ചെയ്യാനും അറിയാം. ഇനി വേണച്ച ഒരു ഷോട്ട് എടുക്കാനും അറിയാം. ഞാൻ മഹാരാസൊക്കെ പോയത് പെട്ടെന്നായി എന്നാണ് എന്റെ ഒരു ഫീലിംഗ്. എപ്പോഴും മഹാരാസിനൊക്കെ അല്ല പെട്ടെന്ന്. അത് ഞാൻ ശരിക്കും പറയട്ടെ, ലൈക്ക് എനിക്കറിയില്ല വെദർ യു അഗ്രി ഓർ നോട്ട്. എനിക്ക് തോന്നുന്ന പെപ്പന് സിറ്റിയുടെ കൂടെ ആ കപ്പും എസ്പെഷ്യലി ആ ട്രിബിൾ അടിക്കുന്നതിന്റെ ജസ്റ്റ് മുമ്പേ എനിക്ക് തോന്നുന്ന ആൾക്ക് കുറച്ചൊരു ഓവർ കോൺഫിഡൻസ് ആയി തോന്നുന്നു. ബിക്കോസ് അതുകൊണ്ടാണ് ആള് പെട്ടെന്ന്, ബിക്കോസ് ആ ഒരു സീസണിൽ ശരിക്കും പറഞ്ഞ ട്രിബിൾ കളിക്കുന്ന സീസണിൽ അവർ ആളുടെ അടുത്ത് ശരിക്കും റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ഇല്ല. ഉം. അതെ അതെ മറ്റേ അക്കാഞ്ചി ഒരു സെൻട്രൽ ഡിഫൻസീവ് ആളാണ്, ആളിനെയാണ് അതെ. അവിടെയൊക്കെ വെച്ച് കളിച്ചേരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇയാളും മറ്റേ എന്തായാലും പറയാ കയൽ വാക്കറിന് വിട്ടു, കൈ എല്ലാവരെയും വോക്കർ വിട്ടു. പോയി. അപ്പൊ പിന്നെ ആൽവറേസിനെ വിട്ടു. കൈ അപ്പൊ വോക്കർ ഇപ്പൊ ആൽവറേസിനെ ബേൺലിക്ക് പറഞ്ഞു, കളിക്കുന്നല്ലേ. അതെ ഇപ്പൊ ബേൺലി കളിക്കും. ഉം. ആൽവറേസിനെ വിട്ടു, ആൽവറേസിനെ ഒരു റീപ്ലേസ്മെന്റ് കൊണ്ടുവന്നില്ല. അപ്പൊ ഉം. എനിക്ക് തോന്നുന്നു ആൾക്ക് ഓവർ കോൺഫിഡൻസ് ആ ഓക്കെ നമുക്ക് ചെയ്യാം, വി വിൽ ഹാൻഡിൽ ഇറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആൾക്ക് മനസ്സിലാവും തോന്നുന്നു. ബിക്കോസ് സിറ്റി എപ്പോഴും ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ അവര് ഒരു ടീമില് ദാറ്റ് ഇസ് ഒരു പൊസിഷനിൽ എപ്പോഴും 2 പേരുണ്ടാവും. അതെ. അപ്പൊ അതാണ് എപ്പോഴും ഉണ്ടാവുക. ബട്ട് ഇത് ഇപ്പൊ അതില്ല. ഇപ്പൊ അവർക്ക് ആ ബാക്കപ്പ് കൊണ്ടുവരാനുള്ള ആള് ആ ക്വാളിറ്റി ഇല്ല. ഉം. സോ ഐ തിങ്ക് അതാണ് അതെ. സിറ്റിയുടെ ഇപ്പോഴത്തെ അല്ല, പ്രശ്നം. ക്വാളിറ്റി ബട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് പെപ്പന്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റില്ല. അതെ ആള് റീബിൽഡ് ചെയ്യണം. ബട്ട് എന്റെ ഏറ്റവും വലിയ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ ക്ലോപ്പ് പോലെ ആളും പറയോ മെന്റലി ബേൺ ഔട്ട് ആയി എനിക്ക് മതി, ഞാൻ അല്ല, എനിക്ക് അങ്ങനെ പോവാണെന്ന്. തോന്നുന്നു. അതൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് എ ഗുഡ് പോയിന്റ് യു സെഡ്. കഴിഞ്ഞ സീസണിലാണ് ആള്, കഴിഞ്ഞ സീസണിൽ ഇപ്പം അല്ല, ഈ സീസൺ തുടങ്ങുന്ന മുന്നെയാണ് ആള് പറഞ്ഞത്, ഞാൻ സിറ്റി പോവാണ്, ദാറ്റ്സ് ഇനഫ്, മൈ ഡൺ, ഐ എം നോട്ട് ഗോണ അതെ റിന്യൂ മൈ കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പറഞ്ഞിരുന്നത്. അപ്പോഴേ ആൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ബേൺ ഔട്ട്, അന്നും റീസൺ പറയുന്നത് ബേൺ ഔട്ട് ആണ്. ഓക്കെ. അതെ പിന്നെ നമ്പർ 2, ആൾക്ക് മടുത്തായിരുന്നു. കാരണം ഒരു ചാലഞ്ച് ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് 4-5 തവണ ഇങ്ങനെ പ്രീമിയർ ലീഗ് അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആകെ കളി നടന്നുകൊണ്ടിരുന്ന ചില എക്സ്പെക്ടേഷൻ ആണ്, ആ ചാമ്പ്യൻസ് ലീഗ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ചാമ്പ്യൻസ് ലീഗ് അതെ വേണമല്ലോ, അതും അതുകൊണ്ട് കിട്ടി. അതും കിട്ടി. അവസാനം ട്രബിൾ അടിച്ച് അന്നും കിട്ടി. പിന്നെ പോയപ്പോ പിന്നെ ഈ കോൺട്രാക്ട് കഴിഞ്ഞ് പോവാണ് നല്ലതെന്നുള്ളൊരു ചിന്ത തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് എങ്ങനെയോ മറ്റേ ക്ലബിന്റെ മാനേജ്മെന്റ് പറഞ്ഞു പറഞ്ഞ് പിടിച്ച് നിർത്തിയാണെന്ന് സംശയം എനിക്ക്. അല്ല നിർത്തിയില്ല, എനിക്ക് അഗ്രി, ഞാനത് പറയണത് അഗ്രി ചെയ്യാൻ. ബിക്കോസ് എന്താ വെച്ചാൽ ഏറ്റവും വലിയ ഡിഫറൻസ് ഞാൻ എന്താ പറയുക, അവരുടെ അടുത്ത് ഒരു മെയ്ഡും എന്താ പറയാ ഒരു മാനേജർ ഇല്ല ഉം. റീപ്ലേസ് ചെയ്യാൻ.